കഴിച്ചു കഴിക്കാനുണ്ടെന്നോ കൊള്ളാവോ? ഇതുണ്ടല്ലേ ISL യൂസ് 2019 to 2020 ഇതുണ്ടല്ലേ ഇങ്ങനെ കിടക്കും കേട്ടോ അല്ലേ. അപ്പൊ ഞങ്ങള് ഇന്നലെ ഇവിടെ വിശാഖപട്ടണത്ത് ഇവിടെയായിരുന്നു, അതായത് സൈദ് അക്രം ബ്രോയുടെ അടുത്താണ് ഇന്നലെ സ്റ്റേ ചെയ്ത്. ഇന്ന് ബ്രോ ലേറ്റ് ആയിട്ട് ഓൾറെഡി പോകാനായിട്ട്, അതുകൊണ്ട് ജസ്റ്റ് പോകാൻ തുടങ്ങുവാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പുരി റൂട്ടാണ് പോണേ. അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിക്കാത്ത കുറച്ച് ജസ്റ്റ് സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്രോ ശരിക്കും ടെന്നീസ്, അതായത് ടെന്നീസ് പ്ലെയർ ആണ്. പിന്നെ ഇവിടെ ടെന്നീസിന്റെ അമ്പയർ ആയിട്ട് കുറെ കൺട്രീസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും US ഓപ്പണിൽ പോയപ്പോൾ ഉണ്ടായിരുന്നൊരു അവിടെ നിന്ന് എടുത്തോണ്ട് വന്നൊരു ബോളാട്ടോ പുള്ളി. US ഓപ്പണിൽ 2019 പോയപ്പോൾ കേട്ടോ. പിന്നെ ഇതുപോലെ കുറെ സംഭവങ്ങൾക്ക് നേരത്തെ പോയിട്ടുണ്ട്. ഉണ്ടല്ലേ ഇത് ഈ ഒരു റീസെന്റ് ആയിട്ട് ഡേവിസ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നടന്നൊരു വേറൊരു മാച്ചിന്റെ ആട്ടോ. ഇതൊക്കെ ലൈൻ നമ്പേഴ്സ് ആയിട്ടാണ് ബ്രോ പോകാറുള്ളത്. പിന്നെ വേറെ 2019 ISL പാട്ടായിരുന്നു പുള്ളി. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ടോസ് കോയിൻ ആട്ടോ ചെയ്ത്. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ ISL യൂസ് ചെയ്ത് 2019 to 2020. അപ്പം ഇതുപോലെ ഒത്തിരി മാച്ചസിനും കാര്യങ്ങൾക്കൊക്കെ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 3-4 കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യെ ജസ്റ്റ് ഇറങ്ങാൻ തുടങ്ങുന്നു. എല്ലാം പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പോയേക്കാം. ഞങ്ങൾ പമ്പിൽ ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ. ഞങ്ങൾ ഇവിടെ നേരെ ഭുവനേശ്വർ റൂട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പെട്രോളിന് വില കൂടുതലല്ലേ ഈ ആന്ധ്രയിൽ? 109 രൂപ. നാട്ടിലേക്കാളും 4-5 രൂപ കൂടുതലല്ല അല്ലേ? നാട്ടിൽ 105 രൂപയാണെന്ന് ഇപ്പോൾ തോന്നുന്നു അല്ലേ? 105 രൂപ. 105. ഇവിടെ 109. ചിലട്ട് 110 ഉണ്ട്. നമ്മൾ വന്ന വഴിക്ക് അടിച്ച 110. 900 രൂപ നമ്മൾ പെട്രോൾ അടിച്ചത്. അങ്ങനെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഒഡീഷ റൂട്ടാണ്. ഒഡീഷ ഭുവനേശ്വർ പിടിക്കാനാണെന്ന് പോണേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കാഴ്ചകൾ ഉണ്ടെന്ന് നോക്കണം. നമ്മൾ കാഴ്ചകളുണ്ടെങ്കിൽ ജസ്റ്റ് കാഴ്ചകൾ കാണിച്ചത്. എന്തായാലും കാഴ്ചകളൊക്കെ കുറവാണ് ഈ ഒരു NH റൂട്ടല്ലടാ. പൈസ കൊടുത്തോ? പൈസ കൊടുത്താ ഫോൺ പേ ചെയ്തു. വേഗം. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ശരിക്കും NH16, അതായത് ഭുവനേശ്വർ റോഡിലാണ്. ഇപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ ഭുവനേശ്വർ? ഇന്നൊരു 300 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മളിപ്പോൾ ഈ ഹൈവേയിൽ ഒറ്റ സ്ട്രെച്ചായിട്ടോ പിടിക്കണം. നേരെ ഇന്ന് ഭുവനേശ്വർ എത്താൻ വേണ്ടിയിട്ട് നോക്കണം അല്ലേ? നമ്മളാണെങ്കിൽ ഇവിടെ വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. നല്ല സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ കുറേ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഒറ്റ സ്ട്രെച്ചിന് ഞങ്ങൾ ഭുവനേശ്വർ പിടിച്ചിട്ട് അല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് പുരിയൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടേക്കാന്ന് വെച്ചാൽ പുരിയിലൊന്ന് ഫുള്ളായിട്ട് കറങ്ങി പുരി എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം അല്ലേ? കുറേ നാളത്തെ സ്വപ്നമാട്ടോ പുരി ഒന്ന് പോകണം എന്നുള്ളത്. അതുകൊണ്ട് നേരെ നമ്മൾ പുരിക്ക് വിടുവാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഓൺ ദ വേ ഈ ഒരു NH16 എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാ ഈ ഒരു റോഡൊക്കെ ഒരു രക്ഷയില്ല. പുള്ളി റോഡാണ്, ഒന്നും പറയാനില്ല നമ്മളിത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ആ റോട്ടിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ സൈഡ് റോട്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനത്തെ ഇതുപോലത്തെ വലിയ മലകൾ. ആ മലയിൽ പുള്ളി ഗ്രാനൈറ്റ് പൊട്ടിക്കാൻ പറയും കട്ട് ചെയ്ത് കൊള്ളാം. അത് തന്നെ എനിക്ക് തോന്നുന്നു വലിയ കുന്നുകളൊക്കെ പൊട്ടിച്ച് താഴ്ത്തിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. ആ സൈഡിൽ എനിക്ക് ഇന്ന് ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നിർത്താൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ നോക്കി കാണാൻ നോക്കും. ഇത് കാണാനല്ല കണ്ട് സൂം ചെയ്ത് നോക്കട്ടെ. സൂം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു അടിപൊളിയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞ നമ്മൾ അവിടെ നിന്നിട്ട് കാണുന്നുണ്ട്. ഈ മഞ്ഞ പൂ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കണതാണ് ഒരു പാടത്ത് ഫുള്ളായിട്ട്. അപ്പോൾ എന്നാ സംഭവം ഞങ്ങൾ അറിയാൻ മേല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അടുത്ത് പോയിട്ട് നമുക്ക് പൂ എന്നാ നോക്കിയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ വരുന്ന റോഡിൻ്റെ ഇരുവശത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മഞ്ഞ പാടം, അതായത് ഞങ്ങൾ പാടം പോലെ ഇങ്ങനെ പൂ നിൽക്കുന്നതാണ്. ഇത് കൃഷിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കണമെന്ന് അറിയാൻ മേല. കൃഷിയല്ലല്ലേ? കൃഷിയല്ലല്ലോ അത്. അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫുള്ളായിട്ട് വരണ്ട് കിടക്കട്ടോ. വീട്ടിലത്തെ ചൂടല്ലേ. പക്ഷെ നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നാടല്ല നമ്മൾ വന്ന റൂട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് ചൂടുറവുണ്ടല്ലോ. അവിടെ നന്നായി ഇപ്പം ചൂടായി തോന്നി. നേരത്തെ അത്രയും ചൂടില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി തോന്നി. ഇതാട്ടോ ഈ എന്ത് പോടാ അത്? മണമൊക്കെ ഉണ്ടല്ലോ. അത് ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല മണമല്ലേ? സാധനം അറിയാമല്ലോടാ. ഒരു കുരു പോലെ കിടപ്പുണ്ടല്ലോ. ഇത് പൊട്ടിക്കാവുന്നതാണോ? അത് പൊട്ടുവോ? ഞെക്കിയാ പൊട്ടൂടാ. സംഭവം
ഇത് നോക്കി തിന്നുന്നല്ലാണെങ്കിൽ അറിയത്തില്ല തിന്നു നോക്കി നോക്കണം ഇറക്കാം എല്ലാം തിന്നുന്ന സാധനമല്ലായിരിക്കും. ഇതുണ്ടല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. ഇതുണ്ടല്ലേ ഇങ്ങനെ കിടക്കും കേട്ടോ അല്ലേ. പിന്നെ മറ്റേ ഈന്തപ്പന പോലെ സംഭവം കണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ട. ഇതുകൊണ്ട് ഒത്തിരി ഇതിങ്ങനെ കിടക്കും. അങ്ങപ്പുറം ഒക്കെ ഇതിൻ്റെ ഒരു പാടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ പന ഇത് ഈ ഈന്തപ്പന കുറേ കിടപ്പുണ്ടല്ലോ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റില്ല. എന്തോ കൃഷിയാടാ അവിടെയൊക്കെ എന്തോ ഇതൊക്കെ ഉണ്ട്. മറ്റേ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ കയറുമല്ല. നേരം നോക്കിയിട്ട് അറേബ്യൻ ടേസ്റ്റ് നാട്ട് ഹോട്ടലിൽ വരും. ഞങ്ങൾ കുറേ നേരം നോക്കി പോകുന്നല്ലേ. എന്തൊന്ന് കഴിക്കാൻ പോണേ? ഇല്ല ഇന്നലെയൊക്കെ മീൽസ് കഴിച്ചിട്ട് പോകണ വഴിക്ക് ഉറക്കം വരുമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് എന്തായാലും മീൽസ് കഴിക്കുന്നില്ല. ഇത്ര ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് എന്തായാലും മീൽസ് എന്തെങ്കിലും കഴിക്കുന്നില്ല. വേറെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലേ. അപ്പോൾ ലൈറ്റായിട്ടല്ലേ ഫുഡ് കഴിക്കണേ? ബിരിയാണി. അപ്പോൾ ഇവിടുത്തെ കടയിലെ ചേട്ടൻ ചോദിച്ചു ഞാൻ യൂട്യൂബിലാണെന്ന് ചോദിച്ചു. യൂട്യൂബിലാണ് ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു എന്നാൽ ഇത് ഫുള്ളായിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞല്ല ചോദിച്ചു. എങ്ങനെയുണ്ട്? സിംഗിള് 100 ഫുള്ള് 150. കഴിച്ചു കഴിക്കാനുണ്ടെന്നോ? കൊള്ളാവോ? നാട്ടിലെപ്പോലേക്കാണോ? ഇവിടെയുള്ള ചേട്ടൻ നോക്കിക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് ഇത് ഇവിടെ നിന്നാണ് കഴിച്ചത്. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. 2 ഹാഫ് ബിരിയാണിയാണ് കഴിച്ചത്. बिरयानी के रेट बिरयानी तो अच्छा है. अच्छा है बिरयानी. बिरयानी अच्छा है ना. आपका नाम? रमेश है. रमेश है. ऊर ये परला में. परला. अरेबियन नाइट्स बोल अरेबियन टेस्ट बोल के हमारा जो अच्छा बिरयानी है. बिरयानी अच्छा है ना. अच्छा है. आपका होटल है? हाँ मेरा होटल है. ओके ओके. आप कहाँ कर्नाटक? केरला से है. केरला से है. हम तो ऑल इंडिया राइड जा रहा है. अब तो भुवनेश्वर रूट. पूरी बाइक पे जाएगा. हाँ बाइक पे. ये क्या है ये रॉक सॉल्ट बोल के है. रॉक सॉल्ट है. ये कहाँ से है? ये इधर मिलता है. लोकल में भी मिलता है. लोकल में. हाँ ये बिजनेस के लिए ऐसे रखते हैं. ओहो हमारा संभव ना रॉक सॉल्ट. This one for red eyes, you know. People's red eyes or something, no. So people is believing it will be captured. Oh, like that. കണ്ണ് കിട്ടാണ്ട്. ओके हम जा रहे हैं. Okay. 200 है ना? 200. 200. നമ്മൾ ജസ്റ്റ് ഒഡീഷ കയറിയിട്ടാണ്. വണ്ടി റിസർവ് ആയി. പെട്രോൾ ഇവിടെ പെട്രോളിന് വില കുറവല്ല. 103 രൂപ ഉള്ളൂ. മറ്റേത് നമ്മൾ ആദ്യം മേടിച്ചെടുത്ത് 109 രൂപ. 109 രൂപ. 6 വ്യത്യാസം ഉണ്ടല്ലേ. നമ്മളിപ്പോൾ 900 അടിച്ചു. ആദ്യം മേടിച്ചു. ഇപ്പോഴും 900 അടിച്ചു. അതൊക്കെ അടിക്കല്ലേ. മൈലേജ് ഉണ്ടോ ശരിക്കും? മൈലേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡുണ്ട്. നമ്മൾ പോകുന്ന ഇത് വെച്ച് സ്പീഡ് അതായത് ഒരു 80-70 പോകണമെങ്കിൽ 40 മൈലേജ് ഉണ്ടല്ലേ. നമ്മൾ നൈസായിട്ട് പെട്രോൾ അടിച്ച് ഇവിടുന്ന് ഭുവനേശ്വർക്ക് ഒരു 180 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ വൈകിട്ടത്തേക്ക് എന്തായാലും എത്തുമെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് പോയേക്കാം. അപ്പോൾ ഞങ്ങളിത് ഉപ്മ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു 128 കിലോമീറ്റർ ഉണ്ട്. ഒഡീഷ അല്ല ഭുവനേശ്വർ. ഒഡീഷ കയറി എന്തായാലും ഞങ്ങൾ ഭുവനേശ്വർക്ക് ഒരു 128 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എവിടെയും കുഴപ്പമില്ല. അത് മലയാളം അറിയാം ഭായി. മലയാളം അറിയാം. കോട്ടയം വന്നിട്ടുണ്ടല്ലേ. ആപ്കാ നാം ക്യാ ഹെ? ശിവ. കോട്ടയത്താണോ വീട്? അല്ല കോട്ടയത്ത് ഈ പയ്യ ശരിക്കും കോട്ടയം വന്നിട്ടുണ്ട്. കേരളത്തിൽ എത്ര നാൾ ജോലി ചെയ്തിട്ടുണ്ട്? 6 മാസം. 6 വർഷം. ഇപ്പൊ എത്ര നാളെ ഇങ്ങോട്ട് പോന്നിട്ട്? 1 മാസം അവധി. കോട്ടയത്ത് എവിടെ? എന്താ ജോലി? എന്നാ ജോലി? ആ ഇനി എന്നാ റിട്ടേൺ? അടുത്താണ് വീട്. വീട് അടുത്താണ്. 2 കിലോമീറ്റർ.
അപ്പോൾ ഇതായിട്ട് ഇവിടുത്തെ ചായ ആ കൂടി എൻ്റെ ഈ കുഞ്ഞു വിരലിൻ്റെ നീട്ടുള്ളൂ ഈ ഒരു ചായക്ക്. അപ്പോൾ നമ്മൾ പയ്യെ ഈ ഒരു കട നട്ടോ ചായ കുടിച്ചാൽ ഈ ഒരു കട നമ്മൾ ചായയും കുടിച്ചിട്ട് പയ്യെ ഇവിടുന്ന് വിടും കേട്ടോ. ഇവിടുന്ന് നേരെ ഒരു 128 കിലോമീറ്റർ ഇടുന്നുണ്ട്. നമുക്കിനി നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട്, അതായത് ശ്യാം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ടോ പോകണം.